കൊതിയേറുന്നേ അരികിൽ വരാൻ, തിരുപ്പാദത്തിൽ ചേർന്നിടുവാൻ. കൊതിയേറുന്നേ അരികിൽ വരാൻ, തിരുപ്പാദത്തിൽ ചേർന്നിരിപ്പാൻ. ഇന്നത്തെ ധ്യാനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കി ദൗത്യം മനസ്സലിവിന്റെ കർമ്മോത്സുകത, മിഷൻ കമ്പാഷൻ ഇൻ ആക്ഷൻ എന്നാണ് ഇന്നത്തെ ധ്യാനത്തിന്റെ തലക്കെട്ട്. മനസ്സലിവിന്റെ കർമ്മോത്സുകത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സാധാരണ വരുന്നത് ദാനധർമ്മമോ ആശുപത്രി സന്ദർശനമോ ദുരിതാശ്വാസ പ്രവർത്തനമോ ഒക്കെ ആയിരിക്കും. അതെല്ലാം ശരിയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നതായ വേദഭാഗത്ത് ഗലീല കടലിൻ്റെ തീരത്ത് റോഡരികിൽ ഒരു മേശയ്ക്ക് പിന്നിലിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. മനസ്സലിവ് എന്താണെന്നും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും ഏറ്റവും വ്യക്തമായി കാണിക്കുന്ന ഒരു രംഗം ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള ഭാഗം ഒരു ചെറിയ പാരഗ്രാഫാണ്. എന്നാൽ അതിൽ വലിയ പ്രവർത്തനങ്ങളും വലിയ സന്ദേശങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ മുഴുവൻ താളവും വെളിപ്പെടുത്തുന്ന ചില ചലനങ്ങൾ ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. ആ ചലനങ്ങൾ ഇപ്രകാരം നമുക്ക് വിലയിരുത്തുവാനായിട്ട് സാധിക്കും. അവൻ കണ്ടു, അവൻ വിളിച്ചു, അവൻ ഇരുന്നു, അവൻ സൗഖ്യമാക്കി, അവൻ അയച്ചു. ഈ ക്രിയകൾ നമുക്കിന്ന് ധ്യാനത്തിന് തിരഞ്ഞെടുക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ മാത്രമല്ല, ഇത് ഇന്ന് നമ്മുടെയും ദൗത്യമാണ്. 1. അവൻ കണ്ടു, അദൃശ്യരെ കാണുന്ന കണ്ണ്. ഹി സോ ഐസ് ദാറ്റ് സീ ദ ഇൻവിസിബിൾ. ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്ന വാക്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ലേവി ആ നഗരത്തിൽ എല്ലാവരും കണ്ട ഒരാളായിരുന്നു. എന്നാൽ ആരും കാണാൻ ആഗ്രഹിക്കാത്ത ഒരാൾ. യഹൂദർ അയാളെ കണ്ടത് ഒരു ദേശദ്രോഹിയായിട്ടാണ്. റോമാക്കാർക്ക് വേണ്ടി സ്വന്തം ജനത്തിൽ നിന്ന് പണം പിരിക്കുന്ന ഒരു ചതിയനായിട്ടാണ്. ആളുകൾ അയാളെ കടന്നു പോകുമ്പോൾ കണ്ണുകൾ തിരിച്ചു കളഞ്ഞ് മുഖം വെട്ടിച്ച് പോകുമായിരുന്നു. അയാൾ അവർക്ക് ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു. അയാൾ ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരി ചുങ്കം പിരിക്കുന്ന ആളായിരുന്നു. എന്നാൽ യേശു അയാളെ കണ്ടു. ഇവിടെ ഗ്രീക്ക് ഭാഷയിലെ വാക്ക് വെറും കാഴ്ചയല്ല സൂചിപ്പിക്കുന്നത്, ശ്രദ്ധയോടെ നോക്കുക, തിരിച്ചറിയുക എന്നതാണ്. യേശു ലേവിയെ ഒരു ചുങ്കക്കാരനായല്ല കണ്ടത്, ഒരു മനുഷ്യനായി, ദൈവരാജ്യത്തിലേക്കുള്ള ഒരു സാധ്യതയായി കണ്ടു. പ്രശസ്തനായ ഒരു ശില്പി നിരത്തിലൂടെ നടന്നു പോകുമ്പോൾ വഴിയരികിൽ ചെളിയും മാലിന്യവും പുരണ്ടുകിടക്കുന്ന ആരും ശ്രദ്ധിക്കാത്ത ഒരു വലിയ കല്ല് കണ്ടു. അത് കണ്ട മറ്റുള്ളവരെല്ലാം അറപ്പോടെ മുഖം തിരിച്ച് നടന്നുപോയി. എന്നാൽ ആ ശില്പി അവിടെ തന്നെ നിന്നു. ആ കല്ലിനെ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചു. സുഹൃത്തുക്കൾ ചോദിച്ചു, ഈ ഉപയോഗമില്ലാതെ അഴുക്ക് പിടിച്ചു കിടക്കുന്ന കല്ലിൽ നിങ്ങൾ എന്താണ് നോക്കുന്നത്? ശില്പി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കാണുന്നത് പുറത്തെ അഴുക്കും കല്ലുമാണ്. എന്നാൽ അതിനുള്ളിലായിരിക്കുന്ന ഒരു മനോഹരമായ ദേവദൂതൻ്റെ രൂപം ഞാൻ കാണുന്നുണ്ട്. എനിക്കതിനെ പുറത്തെടുക്കണം. ലേവിയെ ബാഹ്യമായ പാപത്തിലും സാമ്പത്തിക തിന്മകളിലും മാത്രം ലോകം കണ്ടപ്പോൾ യേശു എന്ന മഹാശില്പി അവൻ്റെ ഉള്ളിലെ വീണ്ടെടുക്കുവാൻ സാധിക്കുന്ന ദൈവീക രൂപത്തെ തിരിച്ചറിഞ്ഞു. പ്രിയരെ, മനസ്സലിവിൻ്റെ ആദ്യ ചലനം ഒരു പ്രവൃത്തിയല്ല, ഒരു കാഴ്ചയാണ്. നമ്മുടെ ചുറ്റും എത്ര ചുങ്കക്കാരുണ്ട്. സമൂഹം വിഭാഗങ്ങളാക്കി മാറ്റിയ മുഖം തിരിച്ചു കളയപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ട്. കുടിയേറ്റക്കാർ, തടവുകാർ, മയക്കുമരുന്നിന് അടിമയായവർ, മദ്യപാനികൾ, മറ്റ് ദോഷമായ പ്രയാസങ്ങളിലൂടെ നാം മുദ്ര കുത്തിയിരിക്കുന്ന ധാരാളം ആളുകൾ. അവരെ നാം ശരിക്കും കാണുമ്പോൾ അവരെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു യാത്രയിലല്ല, ഒരു നോട്ടത്തിലാണ്. മറ്റുള്ളവർ കടന്നു പോകുന്നിടത്ത് നിന്ന് നോക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ദൗത്യം അവിടെ ആരംഭിക്കുകയാണ്. 2, അവൻ വിളിച്ചു, അയോഗ്യതയ്ക്കപ്പുറമുള്ള ക്ഷണം. ഹി കോൾഡ്, an invitation beyond
അൺവർത്തിനെസ്. എന്നെ അനുഗമിക്ക, 2 വാക്കുകൾ മാത്രം. യേശു ലേവിയോട് ഒരു ധാർമ്മിക പ്രഭാഷണമൊന്നും നടത്തിയില്ല. ചുങ്കപ്പിരിവ് നിർത്താൻ ആവശ്യപ്പെട്ടില്ല. പശ്ചാത്താപത്തിൻ്റെ ഒരു പട്ടിക നിരത്തിയതുമില്ല. സിമ്പിളായി, ലളിതമായി അവൻ ക്ഷണിച്ചു. ഇത് ശ്രദ്ധേയമാണ്. മാറ്റം ക്ഷണത്തിന് മുമ്പല്ല, ക്ഷണത്തിന് ശേഷമാണ് വരുന്നത്. ലേവി യോഗ്യനായതുകൊണ്ടല്ല യേശു അയാളെ വിളിച്ചത്, വിളിയാണ് അയാളെ യോഗ്യനാക്കിയത്. വിശുദ്ധ ലൂക്കോസ് പറയുന്നു, ലേവി സകലവും ഉപേക്ഷിച്ചു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വാക്യം. തൻ്റെ ജോലി, തൻ്റെ വരുമാനം, റോമാ സാമ്രാജ്യവുമായുള്ള തൻ്റെ സുരക്ഷിതത്വം, അയാൾ തൻ്റെ എല്ലാം കത്തിച്ചു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മടിയും ഇല്ലാതെ. ഒരു യുദ്ധകാലത്ത് കഠിനമായ തെറ്റുകൾ ചെയ്ത് സൈന്യത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയും ജയിലിലാവുകയും ചെയ്ത ഒരു മുൻ സൈനികൻ്റെ സംഭവം ഇപ്രകാരമാണ്. എല്ലാവരും അയാളെ ദ്രോഹി എന്ന് മുദ്രകുത്തി അങ്ങനെ നിരാശപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ നഗരത്തിലെ ഒരു കെട്ടിടത്തിന് തീ പിടിച്ചു. ഉള്ളിൽ കുട്ടികൾ കുടുങ്ങിക്കിടക്കുകയാണ്. ജീവൻ പണയം വെച്ച് ആ തീയേറ്റ് ആരും മുന്നോട്ട് വരാൻ മടിച്ചപ്പോൾ ഈ മുൻ സൈനികൻ ഓടിച്ചെന്ന് ആ കുട്ടികളെയെല്ലാം രക്ഷപ്പെടുത്തി. അപ്പോൾ അവിടുത്തെ സൈന്യാധിപൻ അവൻ്റെ അടുത്തേക്ക് വന്ന് തൻ്റെ സ്വന്തം ബാഡ്ജും റോയൽ മെഡലും ഊരി അവൻ്റെ നെഞ്ചിൽ കുത്തിക്കൊടുത്തിട്ട് പറഞ്ഞു, നീ ചെയ്ത പഴയ തെറ്റുകൾ കാരണം നീ ഇതിന് അർഹനല്ലായിരിക്കും. എന്നാൽ ഈ നിമിഷം ഞാൻ നിന്നെ വീണ്ടും സൈന്യത്തിലേക്ക് തിരികെ വിളിക്കുന്നു. അയാൾ സ്വയം യോഗ്യനായതുകൊണ്ടല്ല അവിടെ മാറ്റം വന്നത്. ആ നേതാവിൻ്റെ അപ്രതീക്ഷിത വിളി അവൻ്റെ പഴയ അയോഗ്യതകളെ കഴുകിക്കളഞ്ഞ് അവനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റി. മിഷൻ പ്രവർത്തനത്തിൽ നാം ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. മറ്റുള്ളവരെ ആദ്യമേ അങ്ങ് നന്നാക്കാൻ ശ്രമിക്കും, എന്നിട്ട് അവരെ ക്ഷണിക്കും. യേശുവിൻ്റെ രീതി വിപരീതമാണ്. ആദ്യം ക്ഷണം, പിന്നെ പരിവർത്തനം. നമ്മുടെ കരുണ ഒരു തുറന്ന വാതിലായി മാറണം. വ്യവസ്ഥാപിതമായി തീരുവാനായിട്ട് പാടില്ല. അപ്പോൾ ദൗത്യം അനുഗ്രഹമായിട്ട് മാറും. 3, അവൻ ഇരുന്നു. മേശയ്ക്ക് ചുറ്റുമുള്ള വിപ്ലവം. ഹേ സാറ്റ് ദ റെവല്യൂഷൻ അറൗണ്ട് ദ ടേബിൾ. ഇവിടെ ഈ സംഭവം വേറൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. ലേവി തൻ്റെ വീട്ടിൽ ഒരു വലിയ വിരുന്ന് ഒരുക്കി. തൻ്റെ കൂട്ടുകാരെയെല്ലാം അവൻ ക്ഷണിച്ചിട്ടുണ്ട്. മറ്റ് ചുങ്കക്കാരെയും പാപികളെന്ന് വിളിക്കപ്പെട്ടവരെയും അവൻ ക്ഷണിച്ചു. യേശു ആ വിരുന്നിൽ ചെന്നിരുന്നു. അക്കാലത്തെ സെമിറ്റിക് സംസ്കാരത്തിൽ ഒരാളോടൊപ്പം ഭക്ഷണം കഴിക്കുക എന്നത് സൗഹൃദത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള പ്രകടനമായിരുന്നു. ആരോടൊപ്പം നീ ഭക്ഷണം കഴിക്കുമെന്ന് എന്നത് നീ ആരാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് തുല്യമായിരുന്നു. അതുകൊണ്ട് യേശു ആ മേശയ്ക്ക് അരികിൽ ഇരുന്നപ്പോൾ അത് കേവലം ഒരു ഭക്ഷണമായിരുന്നില്ല, അതൊരു ഡിക്ലറേഷനായിരുന്നു, ഒരു പ്രഖ്യാപനമായിരുന്നു. നിങ്ങളെൻ്റെ ആളുകളാണ്, നിങ്ങളെൻ്റെ മേശയ്ക്ക് യോഗ്യരാണ്. പരീശന്മാർ ഈ കൂട്ടായ്മ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അവരുടെ ദൈവശാസ്ത്രത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത് അകലം പാലിക്കുന്നതിലൂടെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. അശുദ്ധരിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ട് യേശുവിൻ്റെ ദൈവശാസ്ത്രം നേരെ വിപരീതമായിരുന്നു. വിശുദ്ധി പകരുന്നത് അടുപ്പത്തിലൂടെയാണ്, അകലത്തിലൂടെയല്ല. അവൻ അശുദ്ധിയെ ഭയപ്പെട്ടില്ല. അവൻ്റെ വിശുദ്ധി അശുദ്ധിയെ ശുദ്ധീകരിക്കുമെന്ന് അവന് അറിയാമായിരുന്നു. ഒരു വലിയ ഹോസ്പിറ്റലിൽ സാംക്രമിക രോഗം ബാധിച്ച രോഗികൾ ഭയപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഡോക്ടർമാർ പോലും ഭയത്തോടെ ദൂരത്ത് നിന്ന് മാത്രം അവരെ നോക്കി ശുശ്രൂഷിക്കുന്ന സമയം. എന്നാൽ നഗരത്തിലെ പ്രശസ്തനായ ഒരു ഡോക്ടറും PP കിറ്റോ അനാവശ്യമായ അകലങ്ങളോ ഇല്ലാതെ അവരുടെ മുറിയിലേക്ക് കടന്നു ചെന്ന് അവരുടെ കട്ടിൽ ഇരുന്ന് അവരുടെ കൈകൾ പിടിച്ച് അവരോടൊപ്പം ആഹാരം കഴിച്ചു. അസിസ്റ്റന്റ് ഡോക്ടർമാർ ഭയത്തോടെ ചോദിച്ചു, സർ, അങ്ങേക്ക് രോഗം പകർന്നാലോ? ഡോക്ടർ പറഞ്ഞു, എൻ്റെ രോഗപ്രതിരോധ ശേഷി, ആരോഗ്യം അവരുടെ രോഗത്തേക്കാൾ ശക്തമാണ്. എൻ്റെ അടുപ്പം രോഗത്തെ പകരില്ല, പകരം അവരിൽ ജീവിക്കാനുള്ള പ്രത്യാശ പകർന്ന് നൽകും. ലവിങ് പ്രസൻസ് ഈസ് എ മോസ്റ്റ് പവർഫുൾ ഫോഴ്സ് ഇൻ ഹീലിംഗ്. സ്നേഹനിർഭരമായ സാന്നിധ്യങ്ങൾ അനേകരുടെ സൗഖ്യത്തിന്
കാരണമാകും. പരീശന്മാർ വിചാരിച്ചത് ലേവിയുടെ പാപം യേശുവിനെ അശുദ്ധനാക്കുമെന്നാണ്. എന്നാൽ യേശുവിൻ്റെ വിശുദ്ധി ലേവിയെയും കൂട്ടരെയും ശുദ്ധീകരിക്കുന്നതായിരുന്നു. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളിലും ഈ ചോദ്യം പ്രസക്തമാണ്. നാം ദൂരെ നിന്ന് സഹായിക്കുന്നവരാണോ, അതോ മേശയ്ക്കരികിൽ ഇരിക്കുന്നവരാണോ? ഒരു ചെക്ക് അയക്കുന്നത് കൊണ്ടോ മറ്റ് പൈസ കൊടുക്കുന്നതോ അപ്പുറമായിട്ട് അത് വേണ്ട എന്നുള്ളതല്ല. ഒരാളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദാനധർമ്മം ദൂരത്തു നിന്ന് ചെയ്യാം. സ്നേഹം, അടുപ്പം ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് മിഷൻ പ്രവർത്തനം പങ്കുചേരുമ്പോൾ, ദൗത്യത്തിൽ പങ്കുചേരുമ്പോൾ അടുത്തിരുന്ന് നമുക്ക് ആളുകളുമായി സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ, ആകർഷിക്കുവാനായിട്ട് സാധിക്കും. 4, അവൻ സൗഖ്യമാക്കി. He healed. The parable of physician. പരീശന്മാർ പിറുപിറുത്തപ്പോൾ യേശു തൻ്റെ ദൗത്യം ഒരു ഉപമയിലൂടെ വിശദീകരിച്ചു. സൗഖ്യമുള്ളവർക്കല്ല, രോഗികൾക്കത്രേ വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത്. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. നല്ല വൈദ്യൻ എന്തു ചെയ്യുന്നു? അയാൾ രോഗിയുടെ അടുത്തേക്ക് ചെല്ലുന്നു, ശരിയായ രോഗനിർണയം നടത്തുന്നു, പൂർണ്ണമായ ചികിത്സ നൽകുന്നു, എല്ലാ ചെലവും വഹിക്കുന്നു. യേശു അതേ കാര്യമാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്നതായ രോഗത്തിന് അവൻ ഇന്നും നമ്മുടെ അടുത്തേക്ക് വരുന്നു. നാം അവൻ്റെ അടുക്കേക്ക് പോകേണ്ടതായ ചിലപ്പം ആവശ്യമില്ലായിരിക്കും. അവൻ നമ്മുടെ അടുക്കലേക്ക് വന്ന് രോഗനിർണയം നടത്തുന്നു, നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥയെ തുറന്നു കാട്ടുന്നു, പൂർണ്ണമായ ചികിത്സ നൽകുന്നു. അവൻ നമുക്ക് ക്ഷമ നൽകുന്നു. അവൻ എല്ലാ ചെലവും, വിച്ച് മീൻസ് അവൻ തൻ്റെ ജീവൻ നമുക്ക് നൽകി ബലിയായിട്ട് തീരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു വൈദ്യനെ സൗഖ്യമാക്കാൻ കഴിയാത്തതായ ചില രോഗികളുണ്ട്. 1, തനിക്ക് രോഗമുണ്ടെന്ന് അറിയാത്തവർ. 2, അറിഞ്ഞിട്ടും വൈദ്യനെ, രോഗിയെ, ഡോക്ടറെ വിശ്വസിക്കാത്തവർ. 3, തനിക്ക് വൈദ്യനെ ആവശ്യമുണ്ടെന്ന് സമ്മതിക്കാത്തവർ. പരീശന്മാർ ഈ 3ാമത്തെ വിഭാഗത്തിലായിരുന്നു. അവർ തങ്ങൾ ആരോഗ്യമുള്ളവരെന്ന് കരുതി, അതിനാൽ വൈദ്യനെ ആവശ്യമില്ലെന്ന് കരുതി. വിരോധാഭാസം എന്തെന്നാൽ ലേവിയുടെ വിരുന്നിലെ പാപികളേക്കാൾ ആത്മീയമായി കൂടുതൽ രോഗികളായിരുന്നു ആ പരീശന്മാർ. കാരണം അവർക്ക് തങ്ങളുടെ രോഗം അറിയില്ലായിരുന്നു. ഒരു മികച്ച ക്യാൻസർ വിദഗ്ധൻ്റെ ക്ലിനിക്കിൽ 2 പേരെത്തി. 1ാമത്തെ ആൾ ശരീരത്തിൽ ഗുരുതരമായ രോഗലക്ഷണങ്ങളുണ്ട്. എന്നാൽ അയാൾ കണ്ണാടിയിൽ നോക്കി നല്ല വസ്ത്രങ്ങളും മേക്കപ്പ് ഇട്ടിട്ട് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. ഈ ഡോക്ടർമാരൊക്കെ വെറുതെ ആളുകളെ ഭയപ്പെടുത്തുന്നവരാണ്. അവർ ചികിത്സ നിരസിച്ച് തിരികെ പോയി. 2ാമത്തെ ആൾ, അയാൾ അണിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അത്ര നല്ലതല്ല. അയാൾ കരഞ്ഞുകൊണ്ട് ഡോക്ടറുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കഠിനമായ വേദനയാണ്, ഡോക്ടർ എന്നെ രക്ഷിക്കണം. ഞാൻ പൂർണ്ണമായിട്ട് ഡോക്ടറിൽ വിശ്വസിക്കുന്നു. ഡോക്ടർക്ക് 2ാമത്തെ ആളെ ചികിത്സിച്ച് സുഖമാക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ തനിക്ക് രോഗമില്ലെന്ന് നടിച്ച 1ാമത്തെ ആൾ സ്വയം മരണത്തിലേക്ക് പോയി. ലേവിയുടെ വിരുന്നിലെ പാപികൾ 2ാമത്തെ ആളെ പോലെ തങ്ങളുടെ രോഗം തിരിച്ചറിഞ്ഞവരായിരുന്നു. എന്നാൽ ഭക്തരെന്ന് നടിച്ച പരീശന്മാർ രോഗമില്ലെന്ന് സ്വയം വഞ്ചിച്ച 1ാമത്തെ ആളായിരുന്നു. നമ്മളിലും ചിലരൊക്കെ ഇങ്ങനെയാണ്. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല, എനിക്ക് പുതുക്കത്തിൻ്റെ ആവശ്യമില്ല, ഞാൻ എല്ലാം തികഞ്ഞവരാണ്. എന്നാൽ കർത്താവ് പറയുന്നു, നമുക്ക് ഒരു മാനസാന്തരവും പുതുക്കവും ആവശ്യമാണ്. അവിടെയാണ് ദൗത്യം അതിൻ്റെ അനുഗ്രഹത്തിലേക്ക് നീങ്ങുന്നത്. 5, അവൻ അയച്ചു. വിരുന്നിൽ നിന്ന് ദൗത്യത്തിലേക്ക്. He sent from the feast to the mission. ഇവിടെയാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു ഭാഗം. ലേവിയുടെ സംഭവം ഇവിടെ അവസാനിക്കുന്നില്ല. അയാൾ യേശുവിനെ കണ്ടുമുട്ടിയ ഉടനെ ആദ്യം ചെയ്ത കാര്യം എന്താണ്? തൻ്റെ പഴയ കൂട്ടുകാരെ ക്ഷണിച്ചു. അയാൾ ശിഷ്യത്വം ദൗത്യമായി മാറുന്നത് ഉടനടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഒരു നിമിഷം മുമ്പ് ചുങ്കക്കാരനായിരുന്ന ലേവി ഇപ്പോൾ ഒരു മിഷണറിയായി മാറി. തൻ്റെ സ്വന്തം സമൂഹത്തിലേക്ക് അയക്കപ്പെട്ടതായ ഒരു മിഷണറി. ആഴക്കടലിൽ കപ്പൽ തകർന്ന ഒഴുക്കിൽപ്പെട്ട ഒരു യുവാവ് ജീവന് വേണ്ടി പിടയുകയായിരുന്നു. അവസാന ശ്വാസത്തിൽ ഒരു രക്ഷാപ്രവർത്തകൻ കടലിൽ ചാടി അവനെ പിടിച്ച് രക്ഷാബോട്ടുമായി ബന്ധിപ്പിച്ച് ലൈഫ് ബോയിൽ കയറ്റി ഇരുത്തി ജീവൻ
തിരിച്ചു കിട്ടിയ ആ യുവാവ് അവിടെ അടങ്ങിയിരുന്നില്ല. അവൻ ഉടൻ തന്നെ ബോട്ടിൻ്റെ വശത്തേക്ക് ഓടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന കയറുകളും ബെൽറ്റുകളും എറിഞ്ഞ് വെള്ളത്തിൽ മുങ്ങിത്താറുന്ന തൻ്റെ മറ്റു കൂട്ടുകാർക്ക് എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു സാഹചര്യമുണ്ടായി, നിങ്ങൾ ഈ കയറിൽ പിടിക്കും. ലേവി ചെയ്തത് ഇതായിരുന്നു. തനിക്ക് ലഭിച്ചതായ സൗജന്യമായി ലഭിച്ചതായ കൃപയും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ നിമിഷം തന്നെ അവൻ ആ മേശയെ തൻ്റെ പഴയ കൂട്ടുകാരെ രക്ഷിക്കാനുള്ള മിഷൻ കേന്ദ്രമാക്കി മാറ്റി. ഇതാണ് ഒരു യഥാർത്ഥ മിഷൻ്റെ മാതൃക. കാരുണ്യം സ്വീകരിക്കുന്നവർ കാരുണ്യം പകരുന്നവരായി മാറുന്നു. ലേവിക്ക് ദൈവശാസ്ത്ര പരിശീലനമോ വർഷങ്ങളുടെ ബൈബിൾ പഠനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്കുണ്ടായിരുന്നത് ഒരു ജീവിത അനുഭവം മാത്രമായിരുന്നു. അതായത് അയാൾ അയോഗ്യനായിരുന്നു. യേശു അവനെ വിളിച്ചു. അത് മറ്റുള്ളവരോട് പറയാൻ അയാളൊരു വിരുന്നൊരുക്കി. ഇന്നും ഈ മിഷൻ പ്രവർത്തനം ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊന്നുമുള്ള പരിപാടികളല്ല. എന്നാൽ നാം യേശുവിനെ കണ്ടെത്തണം. നാം യേശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ മറ്റുള്ളവരും കാണുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ നാം ഒരുക്കണം. യേശുവിൻ്റെ കരുണ വാക്കുകൾ അവസാനിച്ചില്ല. അവൻ മേശയ്ക്കരികിലിരുന്ന ഒരു വലിയ പ്രവൃത്തിയാക്കി മാറി. നമുക്കും ദൈവം ചെയ്തതായ നന്മകൾ, ദൈവം ചെയ്തതായ അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് പകർന്ന് അനേകരെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരാക്കി മാറ്റുവാൻ, ദൗത്യത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി നമ്മുടെ ജീവിതങ്ങളും നമ്മളായിരിക്കുന്നിടങ്ങളും ആയിത്തീർക്കുമ്പോൾ അത് ഒരുപാട് പേർക്ക്, തലമുറകൾക്ക് അനുഗ്രഹമായിട്ട് മാറും. പ്രിയരെ, ഇന്ന് മിഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ദൂരെയുള്ള ഏതോ രാജ്യത്ത് നടക്കുന്ന, ദൂരെയുള്ള ഏതോ സ്ഥലത്ത് നടക്കുന്ന പ്രവൃത്തിയായിട്ട് നാം ചിന്തിക്കരുത്. നമ്മുടെ സ്വന്തം ഇടത്ത്, ചുറ്റുപാടുകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഈ ദൈവത്തെ നമുക്ക് പകരുവാനായിട്ട് സാധിക്കും. എന്നും ദൈവം നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ആ ചുങ്കസ്ഥലത്തുകൂടെ വെറുതെ നടന്നു പോകുന്നവരാണോ? അതോ നമ്മൾ കാണുന്നവരാണോ? കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള കാണുന്ന ആളുകളെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ക്ഷണിക്കുമോ? ക്ഷണിക്കുമ്പോൾ ക്ഷണിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിൽക്കുകയാണോ? അവരെ മേശക്കരികിലേക്ക് ഇരുത്തുവാനായിട്ട് തയ്യാറാകുമ്പോൾ, അവരുടെ അടുക്കലേക്ക് ചെന്ന് കൂട്ടായ്മ പങ്കിടുവാനായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ദൗത്യം ഒരു പുതിയ തലങ്ങളിലേക്ക് പോകും. മനസ്സലിവിൻ്റെ കർമ്മോത്സുകത എന്ന് പറയുന്നത് ഒരു പദ്ധതിയല്ല, ഒരു വ്യക്തിയാണ്. അത് യേശുവാണ്. ചുങ്കസ്ഥലത്ത് നിന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നവൻ ആ ക്ഷണം ഇന്നും മുഴങ്ങുന്നുണ്ട്. നമ്മോടും നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും അത് നീങ്ങണമെന്നും അത് പ്രതിധ്വനിക്കുന്നുണ്ട്. നമുക്ക് കാണുന്ന കണ്ണുകളും ക്ഷണിക്കുന്ന ഹൃദയവും ഒരുമിച്ചിരിക്കാൻ തയ്യാറുള്ള ജീവിതവുമായി ഇന്ന് തന്നെ നമുക്ക് പുറപ്പെടണം. യേശുവിനെ പോലെ ഒരുപാട് പേരെ ഓരോ ഇടങ്ങളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വിളിക്കുവാനും കാണുവാനും ക്ഷണിക്കുവാനും ആ നന്മ പകരുവാനും അയക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ഉത്തമ സാക്ഷികളായി തീരുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.